ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെ എല്ലാവരും വിശേഷം? എല്ലാവരും സുഖമായിരിക്കണില്ലേ? അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെല്ലാവരും ചോദിച്ച ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയും സമയം നിങ്ങളോട് പറയാത്തതിൽ എന്നോടൊരു ദേഷ്യം തോന്നരുത്. നിങ്ങൾക്കറിയാലോ എൻ്റെ സാഹചര്യങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക, ഒരു പറയാനുള്ളൊരു സമയം എല്ലാം കൊണ്ടും ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്തിരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് പീരിയഡ്സിൻ്റെ 2 ദിവസം മുന്നേ തന്നെ മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് കാർഡിൽ പോസിറ്റീവ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് പീരിയഡ് ആവുന്നതിൻ്റെ മുന്നേ തന്നെ ഭയങ്കര തലയിറക്കും, ക്ഷീണം, എന്തൊക്കെയോ ഒരു മനം പുരട്ടൽ അങ്ങനെയൊക്കെ തോന്നിയപ്പോൾ ഒരു ഡൗട്ട് തോന്നിയിട്ട് ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. ആക്ച്വലി പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അൽഹംദുലില്ലാഹ് പോസിറ്റീവ് കിട്ടിയിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, നമുക്ക് കഴിഞ്ഞ തവണയൊക്കെ പോസിറ്റീവായിട്ടത് ബ്ലീഡിങ് ആയി പോയിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ടെൻഷനായിരുന്നു. ഭയങ്കര ടെൻഷൻ എന്ന് പറഞ്ഞാൽ അതെങ്ങനെ പറഞ്ഞറിയിക്കണം എന്ന് എനിക്കറിയില്ല, അത്രയും ടെൻഷനായിരുന്നു. അതുകൊണ്ട് ഡെയിലി ഈ കാർഡ് വെച്ച് ടെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിൻ്റെ ലൈന് എത്രത്തോളം ഡാർക്ക് ആവുന്നുണ്ട്, HCG കൂടുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഡെയിലി ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ബീറ്റ HCG എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇന്ന് എടുത്തു കഴിഞ്ഞാൽ പിന്നെ 48 hours കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ പിന്നെ കുറച്ച് കാർഡ് വാങ്ങിച്ച് വെച്ചുകൊണ്ട് അതിൽ നിന്ന് അങ്ങനെ എടുത്ത് നോക്കുന്നുണ്ടായിരുന്നതാണ്. അപ്പോൾ അൽഹംദുലില്ലാഹ് മാഷാ അല്ലാഹ് കാർഡൊക്കെ നല്ലോണം തെളിഞ്ഞ് വരുന്നുണ്ടായിരുന്നു. പക്ഷെ എന്നാലും എനിക്ക് ഇങ്ങനെ ഓരോ ഡൗട്ടാണ് കേട്ടോ. ഞാൻ എന്നിട്ട് എൻ്റെ അറബി ഫ്രണ്ട് ഉണ്ടല്ലോ, അറബി ഫ്രണ്ട് എൻ്റെ സ്വന്തം സിസ്റ്ററാണ്. ഓൾക്ക് ഇങ്ങനെ കാർഡ് അയച്ചു കൊടുത്തിട്ട് ഓളോട് ചോദിക്കുന്നത് ഓക്കെ അല്ലേ എന്ന്. അതേപോലെ ഡോക്ടേഴ്സിനോട് ചോദിക്കും. ഡോക്ടേഴ്സിൻ്റെ പറയുമ്പോഴാണ് എനിക്ക് ഇവിടെ UAE മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് നല്ല ഡോക്ടേഴ്സാണ്, അറബ് ഡോക്ടേഴ്സാണ്. അതേപോലെ നാട്ടിലൊരു ഡോക്ടർ എനിക്കുണ്ട് കേട്ടോ. നാട്ടിൽ മിംസ് ഹോസ്പിറ്റലിൽ കോട്ടക്കൽ അശ്വതി ഡോക്ടറിന് ആയിട്ട് ഞാൻ കോൺടാക്റ്റ് ഉണ്ട്. ഡോക്ടറോട് ഞാൻ എൻ്റെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ കൂടെ എല്ലാം കൂടെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യും. ഇപ്പോൾ ഇതാ മാഷാ അല്ലാഹ് നിങ്ങൾ കണ്ടില്ല, ഇത്രയും വ്യത്യാസം ഉണ്ടായി. ലൈന് അൽഹംദുലില്ലാഹ് നല്ല പ്രോഗ്രഷൻ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അപ്പോഴാണ് ഇങ്ങനെ സമാധാനമായി വരുന്നുണ്ടായിരുന്നത്. സമാധാനം എന്ന് പറയുമ്പോഴും മനസ്സിൽ ഭയങ്കര സമാധാനക്കേടായിരുന്നു. കാരണം നമുക്ക് കാർഡിൽ ജസ്റ്റ് പോസിറ്റീവ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഒരു എന്താ പറയുക, നമുക്ക് വിശ്വസിക്കാനോ അങ്ങനെ ഓവറായിട്ട് സന്തോഷിക്കാനോ അങ്ങനെ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കാനോ ഒന്നും ഇങ്ങോട്ട് മനസ്സ് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. കാരണം കഴിഞ്ഞതൊക്കെ ഇങ്ങനെ ഒരു വല്ലാത്ത സാഹചര്യങ്ങളിൽ കൂടെ ഒക്കെ ഇങ്ങനെ കടന്നു പോയോണ്ട് വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. അങ്ങനെ അൽഹംദുലില്ലാഹ് ഹോസ്പിറ്റലിൽ പോയി ബീറ്റ HCG നോക്കിയപ്പോൾ 19,000 സംതിങ് ഉണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര സമാധാനമായി. പിന്നെ നെക്സ്റ്റ് വിസിറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വിസിറ്റിൽ പോയപ്പോൾ അൽഹംദുലില്ലാഹ് നമ്മളെ കുട്ടീൻ്റെ ഹാർട്ട് ബീറ്റൊക്കെ കിട്ടി. സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ കരച്ചിൽ വരുന്നുണ്ട്. പക്ഷേ ഈ സമയത്ത് കരയുന്നത് നല്ലതല്ല, അവിടെ ഞാൻ മാക്സിമം പിടിച്ച് വെക്കുകയാണ്. അപ്പോൾ എന്താ പറയുക, അപ്പോൾ അങ്ങനെ ഹാർട്ട് ബീറ്റ് കിട്ടിയപ്പോൾ വല്ലാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ. ഞാൻ അങ്ങോട്ട് കരഞ്ഞിട്ട് ഹാർട്ട് ബീറ്റ് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ കരഞ്ഞപ്പോൾ നമ്മളെ കുട്ടീൻ്റെ ഹാർട്ട് ബീറ്റ് മാറിയിട്ട്. എന്നിട്ട് ഡോക്ടറിനോട് പറഞ്ഞ് കരയല്ലേ, സന്തോഷിക്കല്ലേ വേണ്ടത്, കരയല്ലേ പറഞ്ഞിട്ട് ഡോക്ടർ കുറച്ച് നേരം ആശ്വസിപ്പിച്ചതിന് ശേഷമാണ് പിന്നെ നമ്മളെ കുട്ടീൻ്റെ ഹാർട്ട് ബീറ്റ് റേറ്റ് നോക്കണമല്ലോ, ഹാർട്ട് റേറ്റൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് വിശ്വസിക്കാൻ പറ്റാതെ ഞാൻ ഭയങ്കര കരച്ചിലൊക്കെ ഇരുന്നിട്ടാണ്. എനിക്ക് തല ഇറങ്ങിയിട്ട് എനിക്കവിടെ നഴ്സുമാർ അവിടെ കിടക്കാനൊക്കെ സൗകര്യം ഉണ്ടാക്കി തന്നിരുന്നു. അങ്ങനെ അൽഹംദുലില്ലാഹ് പിന്നത്തെ സ്കാനിങ് NT സ്കാനാണല്ലോ. അപ്പോൾ NT സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അതാ ഹോസ്പിറ്റലിൽ പോവുകയാണ്. ഈ സ്കാനിങ്ങും കൂടെ കഴിഞ്ഞിട്ട് നിങ്ങളെ അറിയിക്കാമെന്ന് കരുതിയിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്തിരുന്നിട്ടുണ്ടായിരുന്നത്. അല്ലാണ്ട് ഒരിക്കലും ഞങ്ങളോട് പറയാതിരിക്കില്ല. കാരണം എനിക്ക് വേണ്ടിയിട്ട് അത്രയും അധികം ആൾക്കാർ എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. നമ്മൾ ചില വീഡിയോസൊക്കെ കമൻസ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, അത്രയും അധികം പേര് പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ. എത്ര എന്ന് പറയാൻ പറ്റില്ല, അത്രയും അധികം. എനിക്ക് നിങ്ങൾക്കറിയാമല്ലോ, എനിക്ക് മിസ്കാരേജ് ആയ 2 വീഡിയോ എങ്ങനെ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോസിൻ്റെ താഴെ, ഒരുവിധം എല്ലാ വീഡിയോസിൻ്റെ താഴെ ഇനിയിപ്പോൾ കമൻസ് ഇടാതെയും പ്രാർത്ഥിച്ചവർ ഒരുപാടുണ്ട്. അപ്പോൾ എന്താ പറയുക, അപ്പോൾ അത്രയും നിങ്ങളെല്ലാവരെയും പ്രാർത്ഥന ഈ സന്തോഷത്തിൻ്റെ ഒരു ഭാഗമാണ്. കാരണം നമ്മളെല്ലാവരെയും പ്രാർത്ഥന സ്വീകരിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ ആയത് അൽഹംദുലില്ലാഹ്. അപ്പോൾ കുട്ടികളില്ലാതെ വിഷമിക്കുന്ന കുറേ ആൾക്കാരുണ്ട്, എനിക്കറിയാം. നിങ്ങളാരും വിഷമിക്കേണ്ട, അതിൻ്റെതായ സമയമാകുമ്പോൾ ആയിക്കോളും. ഇപ്പോൾ ഞങ്ങൾ തന്നെ നിങ്ങൾക്കറിയാമല്ലോ, 10 വർഷത്തിന് ശേഷമാണ് ഞങ്ങൾക്ക് കല്യാണം കഴിഞ്ഞ് ആ മാസം തന്നെ മാഷാ അല്ലാഹ് പ്രഗ്നൻ്റ് ആയ ആളാണ് ഞാൻ. പക്ഷേ അതിൻ്റെ ഇടയിൽ കൂടെ ക്യാൻസർ വന്നു. പ്രസവം കഴിഞ്ഞ് നമ്മളെ മോള് പോയി. നമ്മൾ
കുട്ടി ഇപ്പോഴും ആ എനിക്കറിയില്ല. ഇപ്പോൾ നമ്മളെ മോളുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വലിയ കുട്ടിയായിട്ടുണ്ടാവും, പക്ഷേ എനിക്കിപ്പോഴും ആ കുഞ്ഞു കുട്ടിയായിട്ടാണ് കേട്ടോ എൻ്റെ മനസ്സിൽ. ഇക്കാക്കൊക്കെ അങ്ങനെ തന്നെയാണ്, കാരണം നമ്മൾ അങ്ങനെയല്ല കണ്ടത്, ആ ഒരു പോലെ തന്നെയാണ് ഇപ്പോഴും. അപ്പോൾ എന്താ പറയുക, അപ്പം ആ സന്തോഷങ്ങളൊക്കെ അങ്ങനെ പിന്നീട് സങ്കടങ്ങളായി മാറി. പിന്നീട് എനിക്ക് ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ പ്രഗ്നൻ്റ് ആവാൻ പാടില്ല, ക്യാൻസറിൻ്റെ മെഡിസിൻസ് എടുക്കുമ്പോൾ പ്രഗ്നൻ്റ് ആവരുത് എന്നാണ്. നമ്മൾ പ്രഗ്നൻ്റ് ആവണമെന്നുണ്ടെങ്കിൽ പ്രഗ്നൻസി പ്ലാൻ ചെയ്യണം. അങ്ങനെ പ്രഗ്നൻസി പ്ലാൻ ചെയ്ത് മെഡിസിനൊക്കെ സ്റ്റോപ്പ് ചെയ്ത് 3 ചിലപ്പോൾ മാക്സിമം ഒരു 4 മാസം തരും. അതിനിടയിൽ പ്രഗ്നൻ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ അതങ്ങ് ബ്ലീഡിങ് ആവും. അങ്ങനെ എൻ്റെ ലൈഫ് എനിക്കറിയൂല. അങ്ങനെ എത്രയോ ആഗ്രഹിച്ച് അൽഹംദുലില്ലാഹ് ഇപ്പോഴും എനിക്ക് എന്താ പറയുക, ഇനി ഇതൊക്കെ എല്ലാം ഒന്ന് റാഹത്തായി ഞങ്ങൾ മരിക്കണ വരെ കുട്ടീനെ ഞങ്ങൾക്ക് കാണണം, ആരോഗ്യത്തോടെയും ആയുസ്സോടെയും എന്താ പറയുക നല്ല സ്വാലിഹായ കുട്ടിയായിട്ട് ഞങ്ങൾ മരിക്കണ വരെ കാണണം എന്നാണ് ആഗ്രഹം. കാരണം നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മളെ കുട്ടികൾ നമ്മളെ വിട്ടു പോണ അവസ്ഥ അത് വല്ലാത്തൊരവസ്ഥയാണ്, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത. അപ്പോൾ അതനുഭവിച്ച ആളാണ്, അത് അനുഭവിച്ചൊരു ഉമ്മയാണ്, അതനുഭവിച്ചൊരു ഉപ്പയാണ് എൻ്റെ അക്ക. അപ്പോൾ എന്താ പറയുക, ഇനി അങ്ങനത്തെ വിധിയിൽ കൂടെ ഒന്നും കടന്നു പോകരുത് എന്നാണ് പ്രാർത്ഥിക്കുന്നത്. എനിക്കറിയാം പല രീതിയിലും ബുദ്ധിമുട്ടുന്ന ആൾക്കാർ ഈ ലോകത്തുണ്ട്, പക്ഷേ നമ്മളെ വേദന നമുക്കെന്നും നമ്മളെ വേദന തന്നെയാണല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ. അപ്പോൾ ഏതായാലും എന്താ പറയുക, അപ്പോൾ അൽഹംദുലില്ലാഹ് ഇതുവരെയൊക്കെ അൽഹംദുലില്ലാഹ് എല്ലാം ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. ഇനി അങ്ങോട്ടും കുഴപ്പമൊന്നുമില്ലാതിരിക്കട്ടെ. നിങ്ങളെല്ലാവരും തരുന്ന സ്നേഹത്തിനും പ്രാർത്ഥനയ്ക്കും സപ്പോർട്ടിനൊക്കെ ഒരുപാട് സ്നേഹങ്ങളോട് തിരിച്ചുണ്ട്. കാരണം ഞാൻ കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോൾ, കഴിഞ്ഞ വീഡിയോ എന്നല്ല, എനിക്ക് തോന്നുന്നൊരു പ്രീവിയസ് ആയിട്ട് ഒരു 3-4 വീഡിയോസിന് താഴെയായിട്ട് ഇങ്ങനെ കമൻസ് വരുന്നുണ്ട്, ഇത് പ്രഗ്നൻ്റ് ആണോ, റാഹി പ്രഗ്നൻ്റ് ആണോ, മോളെ പ്രഗ്നൻ്റ് ആണോ എന്ന് ചോദിച്ചുകൊണ്ട്. നിങ്ങളെ വീട്ടിലത്തെ ഒരാളായിട്ടാണ് നിങ്ങൾ എന്നെ കാണുന്നതെന്ന് എനിക്കറിയാം. കാരണം എന്നെ കണ്ടാൽ എന്തായാലും നിങ്ങൾക്ക് മനസ്സിലാവും എനിക്ക് വരുന്ന ചേഞ്ചസും കാര്യങ്ങളൊക്കെ. കാരണം ഓൾമോസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് ഇട്ട് നിങ്ങൾക്ക് എന്നെ അങ്ങ് പരിചയമായതല്ലേ. ഇപ്പോഴാണ് കുറച്ചായതിനു ശേഷം ഞാൻ കുറച്ച് ഗ്യാപ്പിട്ട് വീഡിയോ ഇടുന്നത്. അതിന് മുന്നേ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഇടലുണ്ടായിരുന്നല്ലോ. അപ്പോൾ എന്തായാലും ചേഞ്ചസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ കുറേ പേര് കമൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ ഒരു മറുപടി കൊടുക്കാൻ എനിക്ക് അതിൻ്റെ ഒരു റൈറ്റ് ടൈം ആയിട്ട് കൊടുക്കാമെന്ന് കരുതിയിട്ടാണ് ഞാനിങ്ങനെ മിണ്ടാതിരുന്നത്. അപ്പോൾ മിണ്ടാതിരുന്നതിൽ എന്നോട് ദേഷ്യമൊന്നും തോന്നരുതെന്ന് ഞാൻ വീണ്ടും പറയുകയാണ്. കാരണം ഈ ഒരു കാരണത്താലാണ്. എനിക്കറിയാം ഇനിയും നിങ്ങളെ പ്രാർത്ഥന എനിക്ക് ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ എന്താ പറയുക, അങ്ങനെയൊക്കെ. ഇപ്പോൾ ഏതായാലും ഞങ്ങളിങ്ങനെ പോകുന്ന വഴിയിൽ ഒരു ഫ്ലൈറ്റ് ഇങ്ങനെ ഇറങ്ങാനായിട്ട് ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നാണ് കേട്ടോ. അപ്പോൾ ഏതായാലും ഞങ്ങൾ ഷാർജയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ യാത്ര മാക്സിമം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആണ് മന്ത്ലി 1 വിസിറ്റാണ് കേട്ടോ. കാരണം എൻ്റെത് ഹൈ റിസ്ക് പ്രഗ്നൻസിയാണ് കേട്ടോ. അപ്പോൾ ഹൈ റിസ്ക് പ്രഗ്നൻസി ആയതുകൊണ്ട് തന്നെ അത്രയും നമ്മൾ കെയർ ചെയ്യണം എന്നാണ്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഞങ്ങൾ കെയർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഏതായാലും ഫസ്റ്റ് ട്രൈമസ്റ്റർ കഴിഞ്ഞു കേട്ടോ, അതായത് 3 മാസം കഴിഞ്ഞു, 4 മാസത്തിലേക്ക് കടന്നിട്ടുണ്ട് അൽഹംദുലില്ലാഹ്. അപ്പം എൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. കുറേ പേരൊക്കെ എന്നോട് കാണാൻ വരട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്, പക്ഷേ കാണാൻ വരുന്നൊരു സാഹചര്യം അല്ല കേട്ടോ എൻ്റെത്. ആരോടും ദേഷ്യം ഉണ്ടായിട്ടോ അല്ലാണ്ടെങ്കിൽ കാണാൻ ആഗ്രഹം ഇല്ലാഞ്ഞിട്ടോ ഒന്നുമല്ല. എന്നോട് ഡോക്ടേഴ്സ് അത്രയും പറഞ്ഞിട്ടുണ്ട്, അത്രയും കെയർ ചെയ്യണം, എപ്പോഴും മാസ്ക് യൂസ് ചെയ്യണം. അതേപോലെ ഞാനും ഒക്കെ അല്ലാതെ 3ാമതൊരാൾ പ്രസൻസ് വരുന്നിടത്ത് ഇരിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം എനിക്ക് ഇൻഫെക്ഷൻ വരും. അപ്പോൾ ഞാനിപ്പോൾ ക്യാൻസർ മെഡിസിൻസ് ഒന്നും ഇല്ലാണ്ടിരിക്കുന്ന ഒരു സമയമാണ് കേട്ടോ. വേറെ മെഡിസിൻസ് ഒന്നുമില്ല, ഈ പ്രഗ്നൻസി റിലേറ്റഡ് മെഡിസിൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ഇൻഫെക്ഷനോ പനിയോ കാര്യങ്ങളോ എന്തെങ്കിലും വന്നാൽ അത് നമ്മളെ മൊത്തത്തിൽ എഫക്റ്റ് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ആ തരത്തിലുള്ള ഒരു കോണ്ടാക്റ്റും ഇല്ലാതെ ഐസൊലേറ്റഡ് ആയിട്ടിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ആരുടെ അടുത്തേക്കും വരാത്തതും ആരും വരട്ടെ എന്ന് ചോദിക്കുമ്പോൾ വരാൻ വേണ്ടി പറയാത്തതൊക്കെ അതുകൊണ്ടാണ്. ഒന്നും തോന്നരുത്. അപ്പോൾ അങ്ങനെയൊക്കെ എൻ്റെ സാഹചര്യം നിങ്ങൾക്ക് അറിയാമല്ലോ, അതുകൊണ്ടാണ്. ഇപ്പോൾ ഏതായാലും നമ്മളിപ്പോൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ നമ്മൾ ആദ്യമൊക്കെ പോകുമ്പോൾ ഞങ്ങൾ
കാറ് പാർക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് വരാറായിരുന്നു. ഇടയ്ക്ക് ഇതേപോലെ ഇവിടെ കൊടുക്കാറുണ്ട്, ചിലപ്പോൾ എന്തെങ്കിലും തിരക്കുള്ള സമയമൊക്കെ ആണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇപ്പോൾ അതാ കാറ് ഇവരുടെ അടുത്ത് കൊടുക്കുന്നുണ്ട്. ഇവരുടെ അടുത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ എന്തോ ഒരു ചാർജ് ഉണ്ട്, ചെറുതാണ്, എനിക്ക് ഓർമ്മയില്ല എത്രയാണ്, എന്തോ 10 റംസ് അങ്ങനെ തോന്നുന്നുണ്ട്. അത് കൊടുത്തു കഴിഞ്ഞാൽ ഓര് പാർക്ക് ചെയ്തിട്ട് പിന്നെ നമ്മൾ ഇറങ്ങുന്ന സമയത്ത് അവർ തന്നെ കാറ് കൊണ്ടുവന്ന് തരും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല. ഇനിയിപ്പോൾ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരുടെ തന്നെ പാർക്കിംഗ് സ്പേസ് ഉണ്ട്, എന്നാലും നമ്മൾ അതിന് വേണ്ടിയിട്ടൊരു ടൈം ഡിലേ ആക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഏതായാലും ഞാൻ ഈ വീഡിയോ എടുത്തത് സ്ലോ മോഷനായി പോയിട്ടാണ്. ഞാനിപ്പോൾ വോയിസ് കൊടുക്കുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിക്കുന്നത്. ഇപ്പോൾ ഏതായാലും എനിക്ക് ഡോറ് ഓപ്പൺ ചെയ്ത് തരാൻ വേണ്ടി വരുന്നുണ്ട്. അപ്പം ഡോറൊക്കെ നമ്മൾ കാറിൻ്റെ ഡോറൊക്കെ ഓപ്പൺ ആക്കുമ്പോഴേ ചിലപ്പോൾ അത് ഡോറ് ഇങ്ങോട്ട് തന്നെ വരും, അങ്ങനത്തെ ഒക്കെ ഒരു ടെൻഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് മാഷാ അല്ലാഹ് അതൊക്കെ ചെയ്തു തരല്. അപ്പോൾ ഏതായാലും ഈ സമയത്ത് പിന്നെ നമുക്ക് കിട്ടുന്ന പരിഗണനകളൊക്കെ നമ്മളങ്ങോട്ട് വാങ്ങിക്കാം. ഇപ്പോൾ ഏതായാലും ഞാനിപ്പോൾ ഇതാ സ്റ്റെപ്പ് ഇങ്ങനെ അല്ല കയറേണ്ടത്. ഞാൻ അപ്പോൾ എന്തോ ഒരു അല്ല അങ്ങനെ കയറിയത്, നല്ലോണം കയർ ചെയ്തിട്ടാണ് ഞാൻ കയറൽ. അതായത് 2 കാലും ഒരു സ്റ്റെപ്പിൽ വെച്ചിട്ട് അങ്ങനെ കയറൂല നമ്മളങ്ങനെ. പിന്നെ അൽഹംദുലില്ലാ BP ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു, ഒക്കെ നോർമലായിരുന്നു അൽഹംദുലില്ലാ. The next two. Is that the next two? Yeah, you're moving. അങ്ങനെ അൽഹംദുലില്ലാ ഡോക്ടർ റൂമിലെ സ്കാനിങ് കഴിഞ്ഞതിന് ശേഷം പിന്നെ NT സ്കാനൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞു. നമ്മളെ കുട്ടീനെ കണ്ടു. അപ്പോൾ ഭയങ്കര സന്തോഷമായി, എങ്ങനെ പറഞ്ഞറിയിക്കണമെന്ന് അറിയില്ല, അത്രയും അൽഹംദുലില്ലാ. എല്ലാവർക്കും ആഗ്രഹിക്കണം, എല്ലാവർക്കും ഇതേപോലെ ഒരു സന്തോഷം ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാവർക്കും ആവും ഇൻഷാ അല്ലാ. അപ്പോൾ ഞങ്ങൾ പിന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയിട്ട് ഞാൻ അക്കാനോട് പറയായിരുന്നു, കഴിഞ്ഞ തവണ ഹോസ്പിറ്റലിൽ വന്നപ്പോൾ നമ്മളെ കുട്ടീൻ്റെ ഹാർട്ട് ബീറ്റ് ഇട്ടിട്ട് ഞാൻ കരഞ്ഞതാണല്ലോ. അപ്പോൾ ഇത്തവണ ഇനി എന്താ അവസ്ഥ എന്ന് എനിക്കറിയില്ല, ഞാൻ കരയോ എന്നൊക്കെ വിചാരിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അക്കാനോട് പറയായിരുന്നു കരഞ്ഞില്ല, സന്തോഷമായി എന്നുള്ളത്. അങ്ങനെ പിന്നെ നമുക്ക് ഭക്ഷണം വന്നപ്പോൾ ചോറ് കുറച്ച് അധികം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഇത്ര ചോറ് കഴിച്ചാൽ ഛർദ്ദിക്കാൻ വരും. അപ്പോൾ ഇനിയിപ്പോൾ യാത്ര ചെയ്യാനൊക്കെ ഉള്ളതല്ല, അല്ലെങ്കിലും ഞാൻ ഇത്ര എപ്പോഴും അതിന് ശേഷം അത്ര അധികം കഴിക്കലില്ല. ഞാൻ കഴിക്കുന്നത് ഇങ്ങനെ കുറച്ച് ഇടവിട്ടിട്ട് അങ്ങനെയാണ് കഴിക്കാറ്. അപ്പോൾ ഞാൻ ഹോട്ടലിൽ അവരോട് പറയുമായിരുന്നു ഇതിൽ നിന്ന് കുറച്ച് ചോറ് എടുക്കുമോ എന്നുള്ളത്. അങ്ങനെ ഒരു മാറ്റി തന്നു കേട്ടോ. പിന്നെ നമ്മളേതായാലും ഇനി തിരിച്ച് നമ്മൾ ദിബയിലേക്ക് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ കാർ അവർ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. അപ്പം എനിക്ക് ഇരിക്കാനുള്ളതൊക്കെ ഒന്ന് സെറ്റാക്കി തരുമായിരുന്നു. അപ്പോൾ കുറച്ച് മെഡിസിൻസ് ഒക്കെ തന്നിട്ടുണ്ട്, കാൽഷ്യം, അതേപോലെ പിന്നെന്തായിരുന്നു കാൽഷ്യം, പിന്നെ വൈറ്റമിൻസ്, മൾട്ടി വൈറ്റമിൻസ്, അതായത് പ്രഗ്ന കെയർ എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ടല്ലോ, അത് അങ്ങനത്തെ കുറച്ചു ഈ പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ട് ഗൈനക്കോളജിനെ മാത്രം കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. എൻ്റെ ഓങ്കോളജി ഡോക്ടർ നമ്മൾ പോയ സമയത്ത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ എക്കാക്ക് ബിസി ആയിരുന്നു. അപ്പോൾ പിന്നെ ഓങ്കോളജി ഡോക്ടറിനോട് ഞാൻ മെസ്സേജ് അയച്ചപ്പോൾ ഡോക്ടർ എന്നോട് കുറച്ച് ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബ്ലഡ് അതൊക്കെ എനിക്ക് ഡോക്ടർ തന്നെ എഴുതി തന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബ്ലഡൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി റിസൾട്ട് വരും. ഒരു CBCൻ്റെ റിസൾട്ടൊക്കെ വന്നു, അൽഹംദുലില്ലാ കുഴപ്പമൊന്നുമില്ല, ഒക്കെ നോർമലാണ്. അപ്പോൾ ഇതേപോലെ ഇൻഫെക്ഷനും കാര്യങ്ങളും ഒന്നും വരാതെ ഒക്കെ എല്ലാം റാഹത്തിൽ അങ്ങോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അങ്ങനെ തന്നെ ആവട്ടെ, പ്രസവം ഒക്കെ നല്ല റാഹത്തായിട്ട് നടക്കട്ടെ, എപ്പോഴും അതിനാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞിട്ടുള്ളത് ഹാപ്പി ആയിട്ടിരിക്കുക, മാക്സിമം സന്തോഷമായിട്ടിരിക്കുക, പിന്നെ റിലാക്സ് ആയിട്ടിരിക്കുക, ഇൻഫെക്ഷനും കാര്യങ്ങളും ഒന്നും വരാതെ സൂക്ഷിക്കുക, നല്ല വെള്ളം കുടിക്കുക, ഫ്രൂട്ട്സ് കഴിക്കുക, വെജിറ്റബിൾസ് കഴിക്കുക, ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ കഴിക്കുക, പിന്നെ അത്രയ്ക്ക് തന്നെ, അങ്ങനെയൊക്കെയാണ്. പിന്നെ റെസ്റ്റ് എടുക്കുക, ആ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്കറിയാമല്ലോ എനിക്ക് BP ഭയങ്കരമായിട്ട് ഹൈ ആവുന്ന ആളാണ് കേട്ടോ. എനിക്ക് ലാസ്റ്റ് ടൈം മിസ്കാരേജ് ആയ സമയത്ത് BP 175 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ, 180 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു ഒരു ടൈം. എന്നിട്ട് ഡോക്ടറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെയും BP ഹൈ ആയാൽ സ്ട്രോക്ക് വരും കേട്ടോ, നല്ലോണം കെയർ ചെയ്യുന്ന പറഞ്ഞിട്ട് അന്ന് മെഡിസിനൊക്കെ തന്നിട്ടുണ്ടായിരുന്നു.
അങ്ങനെ പിന്നെ അതങ്ങനെ മാറി. ഇപ്പോൾ അൽഹംദുലില്ലാ ഇതുവരെ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ മാഷാ അല്ലാഹ് BP ഒക്കെ നോർമലാണ്. അന്ന് നമ്മൾ കുട്ടീൻ്റെ ഹാർട്ട് ബീറ്റ് നോക്കാൻ പോയ അന്ന് ചെറുതായിട്ടൊന്ന് BP ഹൈ ആയിട്ടുണ്ടായിരുന്നു. എന്നാലും അധികമില്ല, ഒരു 145 അത്രയും ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് നമുക്ക് ഹാർട്ട് ബീറ്റൊക്കെ കിട്ടിക്കഴിഞ്ഞ് പിന്നെ നോക്കിയപ്പോൾ അൽഹംദുലില്ലാ പിന്നെ നോർമലായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ടെൻഷനാകുമ്പോൾ ഇങ്ങോട്ട് BP ഹൈ ആവുന്നതാണ് അങ്ങനെ. അപ്പോൾ എന്താ അങ്ങനെയൊക്കെ. അപ്പോൾ ഏതായാലും ഇപ്പോൾ അൽഹംദുലില്ലാ റാഹത്താണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ വിശേഷങ്ങൾ. ഇനിയും കുറേ പറയാനുണ്ട്, നിങ്ങൾക്കറിയാലോ. അപ്പോൾ ഏതായാലും എല്ലാം റാഹത്തിലായി. നമ്മൾ കുറേ സങ്കടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പടച്ചോനെ ഉദ്ദേശിക്കുന്ന സമയത്ത് പടച്ചോനെ ചിലപ്പോൾ നമ്മൾ ആഗ്രഹിച്ചതിനേക്കാളും കൂടുതൽ സന്തോഷങ്ങൾ നമുക്ക് തരും. അപ്പോൾ അതുകൊണ്ട് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും സന്തോഷമായിട്ടിരിക്കുക, സമാധാനമായിട്ടിരിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കുറേ ഡീറ്റെയിൽ ആയിട്ടൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് ഞാൻ വരുന്ന വീഡിയോസിലൊക്കെ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഏതായാലും അൽഹംദുലില്ലാ ഞങ്ങളിപ്പോൾ അവിടെ ദിബ്ബയിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒന്ന് മാർക്കറ്റിൽ പോയിട്ട് കുറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസും അങ്ങനെയൊക്കെ, പിന്നെ എന്നോട് കുറച്ച് ഇലക്കറികളും അങ്ങനെയൊക്കെ കഴിച്ചോന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോകണം. ഏതായാലും ഇറങ്ങിയതല്ല, അപ്പോൾ അതൊക്കെ വാങ്ങിച്ചിട്ട് ഇനി അങ്ങോട്ട് പോകാമെന്ന് കരുതി. നമ്മളധികം ഇവിടെ നിന്നില്ലേ നട്ട വാങ്ങിക്കൽ. പിന്നെ എന്താ അങ്ങനെയൊക്കെ. അപ്പോൾ ഏതായാലും ഇക്ക അങ്ങോട്ട് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയൊക്കെയാണ്. നിങ്ങളോട് ഈ ഒരു സന്തോഷം അറിയിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. ഇനി എന്താ എല്ലാം റാഹത്തിലാവാൻ വേണ്ടിയിട്ട് ഞാൻ പറയാതെ തന്നെ നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുമെന്ന് എനിക്കറിയാം. നിങ്ങളെല്ലാവരും എൻ്റെ ദുആലും എപ്പോഴും ഉണ്ടാവും. കാരണം എനിക്കറിയാം നിങ്ങളൊക്കെ എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ കാണാം കേട്ടോ. അതുവരെ എല്ലാവർക്കും ടേക്ക് കെയർ ആൻഡ് ബൈ.